ബേസില് തകർത്ത് നയം തകർത്ത് എല്ലാരും തകർത്ത് ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മള് തുടക്കത്തിൽ തന്നെ ഇന്നാവും പടത്തില്. പിന്നെ ഭയങ്കര രസമുള്ള ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ഭയങ്കര യുണീക്ക് അല്ലേ ക്യാരക്ടേഴ്സ് ഒക്കെ. അപ്പൊ എല്ലാരും കൂടെ ചേരുമ്പോ ഭയങ്കര ഫണ്ണായിട്ടുണ്ട്. ഒരു നല്ലൊരു വെക്കേഷൻ വാച്ച് ആയിരിക്കും. വിഷു എല്ലാവർക്കും സെലിബ്രേറ്റ്. അതെ, ഇതിലൊരു സീരിയൽ കില്ലറിന്റെ പ്ലോട്ട് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട് മൊത്തത്തില്. മൊത്തത്തിലൊരു ഡാർക്ക് ഹ്യൂമർ അങ്ങനത്തെ ഒരു ജോണർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോമഡി ത്രില്ലർ, നല്ല രസമുള്ള കഥ. അതെ അതെ, ഒരുപാട് ക്യാരക്ടേഴ്സുകളുണ്ട്. ഭയങ്കര രസം. അതെ അതെ അതെ. പിന്നെ ഓൾസോ ഇവരുടെ കഥയും നല്ല രസമുണ്ട്. ക്യാരക്ടേഴ്സും മൊത്തത്തിലെല്ലാം കൂടെ നന്നായി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ നല്ല എക്സ്പീരിയൻസ്. താങ്ക് യു. ഞങ്ങൾ മലയാളി മങ്കീസ് ഈ പടത്തിൽ ഒരു പാട്ട് ഇതുണ്ട്. അതിന് ഇന്നലെ ഇറങ്ങി മാസം മരിക്കുന്ന പടത്തിലെ പാട്ടിന്റെ പേര്. ഞാനൊരു 1000 വട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രാവശ്യം തൊട്ട് ചിരിച്ച് വന്നതാണ്. സോ കുറെ ചിരിക്കാനുണ്ട്. ഭയങ്കര എൻഗേജിങ് ആണ്. എല്ലാരും ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. പിന്നെ ഇവരാണ് മെയിൻ. പാട്ട് മാത്രം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വയലന്റ് ആണെന്ന് തോന്നും. പക്ഷെ പടം കാണുമ്പോൾ മനസ്സിലാവും അതങ്ങനെ വയലൻസ് ഒന്നും ഇല്ല പടത്തില്. പാട്ട് ഭയങ്കര ഒരു കോമഡി ഹ്യൂമർ സട്ടയർ അങ്ങനെ പോകുന്ന പടമാണ്. പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് എപ്പോഴും കണക്ട് ചെയ്ത സാധനങ്ങളായിരിക്കും. സൈക്കോ കില്ലറിന് കണക്ട് ആവുന്ന ഈ പാവം മുണ്ടക്കുറിച്ച് നടക്കുന്ന സാധാരണ പാവങ്ങളായ സൈക്കോ കില്ലർ, ഈ കോട്ടനിടാതെ നടക്കുന്ന സൈക്കോ കില്ലർ ഉണ്ടാവല്ലോ, അങ്ങനത്തെ പാവങ്ങളായ സൈക്കോ കില്ലറിന് കണക്ട് ആവുന്നല്ലേ. ഹ്യൂമറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തത് ബേസിന്റെ ഒരു വേഷമാണ്. വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറാണ്. ബേസിലാണെന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ. എല്ലാരും നാദ്രയാണെങ്കിലും സുരേഷനാണെങ്കിലും എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിജുവിന്റെ ആണെങ്കിലും ഭയങ്കര രസമായുള്ള പെർഫോമൻസ് കാര്യങ്ങൾ. ഒത്തിരി സന്തോഷം തോന്നി ഭാഗം പറ്റി. ഉടനീളമായിട്ട് എല്ലാ സ്ഥലത്തും ഇവരുണ്ടോ നമ്മൾ തോന്നുന്നു. ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചത് ബേസിൽ പെർഫോമൻസ്. അങ്ങനെയൊന്നും പറയാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഓഡിയൻസിന്റെ സൈഡിൽ ഭയങ്കര ഹ്യൂമർ വർക്ക്ഔട്ട് ആവണമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ബാക്കി ജനങ്ങളാണ് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലതായിരുന്നു. ഞാൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു തമാശയുള്ള വളരെ നല്ല സ്റ്റോറി ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മള് മുൻപ് കാണാത്തൊരു ബേസിൽ ഒരു പുതിയ വെർഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക. കോമഡി വർക്കൗട്ട് വരുന്നു. പിന്നെ നന്നായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡിനെ ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തൂക്കി തൂക്കുവന്നല്ല തൂക്കി. സപ്പോർട്ടീവാണ്. അവരുടെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവരൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം. കുറെ കാലങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്തൊരു നോ ബ്രെയിനർ കോമഡി, എനിക്ക് അങ്ങനത്തെ ജോണർ ഇഷ്ടമാണ്. ഒരു ഡാർക്ക് ഹ്യൂമർ നോ ബ്രെയിനർ കോമഡി ഇഷ്ടമാണ്. അതിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ. എനിക്ക് ഇതിന്റെ കഥ അറിയാവുന്നതാണ്. ഇതിന്റെ ഷൂട്ടിംഗ് സ്പോട്ടിൽ ഞാൻ മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കണ്ടിട്ടുള്ള മറ്റു പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമാണ്. കണ്ടതിലൊക്കെ സന്തോഷം. ഇപ്പൊ ബാക്കി ഓഡിയൻസ് ആണ്. അടിപൊളിയായിരുന്നു. നൈസ് മൂവിയാണ്. എല്ലാരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് കാണണം. അടിപൊളി ഫൈറ്റ് ഒക്കെ ഉണ്ട് പടത്തില്. എല്ലാവർക്കും നല്ലൊരു ചിത്രം തന്നെ. മരണമാസം നല്ലതാണ്. ബാബുവിന്റെ സാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാലോ, ജൂനിയർ ബാബുവിനെ നമ്മൾ അറിയപ്പെടുന്നത്. ബാബുവിന്റെ സാറ് സൂപ്പറാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇത് പ്രേക്ഷകരാണ് അഭിപ്രായം പറയുന്നത് അല്ലേ. എല്ലാരും അതറിയില്ല. നിങ്ങൾ എല്ലാരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. എല്ലാവർക്കും ഇഷ്ടാവുന്ന തോന്നണേ. താങ്ക് യു. കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. കണ്ടു. താങ്ക് യു.